രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഫെനി നൈനാനും കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ. അദ്ദേഹം പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള അധിക്ഷേപം അതിജീവിതയ്ക്കെതിരെ ഉണ്ടാകാൻ പാടില്ല, ഇനി ഉണ്ടായാൽ ഇനി പാർട്ടിയിൽ നിന്നും പുറത്തു നീക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി ഒരു സൂചന നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തനിക്കെതിരെ വന്നിരിക്കുന്ന എഫ്ഐആർ റദ്ദാക്കണമെന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഫെനി നൈനാൻ തയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെനി നൈനാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ പറയുന്ന പരാതി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ അതിജീവിത ഈ അയച്ച ചാറ്റുകൾ പുറത്തു വിട്ടു എന്ന് പറയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഫെനി നൈനാന് മാത്രം നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? കാരണം കഴിഞ്ഞ പല തവണകളിലായി ഇത്തരത്തിൽ അതിജീവിതമാർ അവരുടെ ചാറ്റുകൾ, രാഹുലിന്റെ ചാറ്റുകൾ പുറത്തുവിടുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ അതിജീവിത അയച്ച മെസ്സേജുകൾ പുറത്തു വിട്ടുകൂടാ? അതിന്റെ ഒരു പ്രധാന കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിജീവിത പുറത്തേക്ക് വിട്ട ചാറ്റുകൾ ഭീഷണിപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ഇയാൾ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്തത് എന്നതിന്റെ ആ ഒരു തെളിവുകളായിട്ട് ബന്ധപ്പെട്ടാണ് വിട്ടത്. ഫെനി നൈനാൻ ഇത് പുറത്തേക്ക് വിടുന്നത് അതിജീവിതയ്ക്ക് ഇതിനകത്തിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റേപ്പേ നടന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് എഡിറ്റഡ് പോർഷൻസ് മാത്രം, എന്ന് വെച്ചാൽ അതിന് മുൻപ് എന്താണോ സംസാരിച്ചത് ഇതിനകത്തിൽ പറയുന്നുണ്ട്, ഈ രാഹുലിന്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഫെനി നൈനാൻ പറയുന്ന ചാറ്റുകൾ ഉണ്ട്. പക്ഷെ അതൊന്നും ഫെനി പുറത്തേക്ക് വിടാതെ ഒരു പോർഷൻ തൊട്ട് ഈ പറയുന്ന 3-4 മണിക്കൂർ കാറിൽ ഇത് സ്വാഭാവികമായി ഒരു പൊതുജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്തിനാണ് ഒറ്റയ്ക്ക് ഒരു അവിവാഹിതനായ പുരുഷനെ 3-4 മണിക്കൂർ ഫ്ലാറ്റിലോ ഡ്രൈവിനോ ഒക്കെ ക്ഷണിക്കുന്നതെന്ന് തോന്നുമ്പോൾ അത് ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ടാണോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന ചാറ്റ് ഫെനി നൈനാൻ പുറത്തേക്ക് വിട്ടത്. അതിലൂടെ തന്നെ ജനങ്ങളിലേക്ക് രാഹുലിന് ഇപ്പൊ കിട്ടുന്ന വിശ്വാസതയ്ക്ക് അപ്പുറത്തേക്കും ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ കേസിൽ ഇപ്പോൾ നല്ലൊരു വക്കീലിനെ വെച്ച് രാഹുലിന് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നാലും ജനങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ അയാൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ കോൺഗ്രസിന് പുറത്തേക്ക് പോയാലും നമ്മൾ നേരത്തെ കേട്ടൊരു കാര്യമാണ്, രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അതോടൊപ്പം തന്നെ തന്റെ നിയമസഭയിലുള്ള സ്ഥാനം ഉറപ്പിക്കുമെന്നുള്ളത്. അതിനാണെങ്കിലും കൃത്യമായി ജനങ്ങളുടെ പിന്തുണ വേണം, അല്ലെങ്കിൽ അയാൾക്ക് എവിടെ നിന്നിട്ട് ഏത് പാർട്ടിയിൽ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പോഴും ജനങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ പുറത്തുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഈ പറയുന്ന രാഹുലിനെതിരെ ഇത്രയും പരാതി വന്നിട്ടും ഈ പരാതിക്കാരികളെല്ലാം തന്നെയും ഫേക്കാണ്, രാഹുൽ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുന്ന ഈ പറയുന്ന അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ അതിജീവിതയെ മോശമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകം ഹർഷ ഉപയോഗിക്കുന്ന അതിജീവിത എന്ന പദം പോലും പലർക്കും പെടുത്തുന്നുള്ള സത്യാവസ്ഥയാണ്. ഈ ഫെനി നൈനാന്റെ ചാറ്റിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറുമായി ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഫെനി നൈനാൻ അതിൽ അതിജീവിത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാനാണെങ്കിൽ അതുപോലും ഉപയോഗിക്കില്ലായിരുന്നു. അതായത് അതിജീവിത എന്ന് വിളിക്കാൻ പോലും പലർക്കും മടിയായിട്ടുള്ള, അല്ലെങ്കിൽ അതിജീവിത എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണ് എന്ന് അർത്ഥം വെക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും ഞാനതാ ഉദ്ദേശിച്ചത്. നമ്മള് പോലും ഇപ്പൊ ഏതെങ്കിലും ചർച്ചകളിൽ അതിജീവിത എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എന്റെ അടി കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, അതിജീവിത എന്ന് ഉപയോഗിക്കരുത്, അവൾ സ്വയം പോയതാണ്, അവൾ എങ്ങനെയാണ് അതിജീവിതയായി മാറുന്നത്. അതോടൊപ്പം രാഹുലാണ് അതിജീവിതൻ എന്ന് പറയുന്നവരും ഉണ്ട്. ഇതിനകത്തുള്ള ഒരു പീഡനം സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത് അവരെ അതിജീവിത എന്ന് വിളിക്കാൻ? നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാള് തന്നെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ തന്നെ ശാരീരികപരമായും മാനസികപരമായും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആ പറയുന്ന വിക്ടിമിന്റെ ഫോട്ടോ പുറത്തേക്ക് വിടാനോ അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിടാനോ ഉള്ള നിയമസാധുത ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ രാഹുൽ ഈശ്വറിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്, അല്ലാതെ അയാള് പ്രത്യേകിച്ച് വേറെ ക്രൈം ഒന്നും ചെയ്തിട്ടല്ല അകത്തേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ അങ്ങനത്തെ നിയമസാധുതകൾ അനുസരിച്ച് നമുക്ക് അതിജീവിത എന്ന് അഭിസംബോധന ചെയ്തേ പറ്റുള്ളൂ. അത് ഇപ്പോ ഈ പറയുന്ന കേസ് തെളിയുന്നത് വരെ ഇവരാണ് അതിജീവിതയ്ക്കും ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അവർ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ പേരോ വിവരോ പുറത്തേക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ അവരെ ഈ പറയുന്ന ടാഗിൽ പറയണമെന്നാണ് കോടതി നിർദ്ദേശം, അല്ലെങ്കിൽ അതാണ് നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഇപ്പോ ഫെനി നൈനാൻ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ സ്വാഭാവികമായും പലർക്കും തോന്നിയ സംശയമായിരുന്നു, ഇനിയിപ്പോൾ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സൗഹൃദ വലയമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തൊരു വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിൽ വലിയൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. കോൺഗ്രസിന്റെ അകത്ത് ശത്രുക്കളും മിത്രങ്ങളും എല്ലാം ഉണ്ട്, അതാണ് സത്യാവസ്ഥ. അതുണ്ട്, ഗ്രൂപ്പുകളുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇത്രയും വലിയ സെൻസിറ്റീവ് ആയ കാര്യത്തിനെ പോലെ
അതിന്റെ അകത്ത് ഒരു ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് ഈ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന പോലെ അങ്ങനെ പിടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതിന്റെ അകത്ത് തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഗ്രൂപ്പിന്റെ അകത്ത് പെട്ട ഒരാൾക്കെതിരെ പീഡന പരാതി വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തും. അതാണ് സത്യാവസ്ഥ. പക്ഷെ അപ്പോഴും ഒന്ന് ചിന്തിക്കണം, ഈ പറയുന്ന രാഹുലിനെ ഒറ്റപ്പെടുത്തിയത് രാഹുലിനെ ചേർത്ത് പിടിച്ചിരുന്നവർ തന്നെയാണ്. അതായത് അതിന് സത്യാവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോഴും ഫെനി നൈനാൻ ഇത്തരത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് പിന്നാലെ പരാതിയുമായി അതിജീവിത രംഗത്ത് വരുന്നു, ഫെനി നൈനാനെതിരെ എഫ്ഐആർ ഇടുന്നു, അറസ്റ്റിലേക്കുള്ള ഒരു സാഹചര്യം പോകുന്നു. ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു വഴിക്ക് അതിജീവിതയുടെ രക്ഷകൻ എന്ന ടാഗിലൂടെ പിണറായി വിജയൻ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പുറത്തെ സൈഡിൽ അതിജീവിതയ്ക്കെതിരെ വിക്ടിം ബ്ലെയിമിംഗ് ചെയ്തുകൊണ്ട് ഫെനി നൈനാൻ ഈ പറയുന്ന ചാറ്റുകളൊക്കെ പുറത്തേക്ക് വിടുന്നു. ഇതിൽ ഏതാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ രക്ഷകരെയാണോ വേണ്ടത്, അതോ രാഹുലിനെ രക്ഷിക്കാനായിട്ട് ചാറ്റുകൾ പുറത്തേക്ക് വിട്ട് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളെയാണോ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്, അതാണ് ഒരു വലിയ ചോദ്യം. അതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഒരു പ്രതികൂട്ടിലാവുന്നതും ഫെനി നൈനാനെതിരെ ഒരു നടപടി എടുക്കുമെന്ന് പറയുന്ന ആ ഒരു സൂചന നൽകിയത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഇരുന്ന് ഈ പറയുന്ന ആളെ പറഞ്ഞ് ഒരു സമയം എത്തുമ്പോ ഈ സപ്പോർട്ട് നമുക്കെല്ലാം അറിയാലോ, എപ്പോഴും കൈയടിക്കുന്ന ആൾക്കാരൊന്നും കൈയടിച്ചുകൊണ്ടിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് കല്ലെറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫെനി മാത്രമല്ല കൊടുക്കാൻ പോകുന്നത്, ഈ പാർട്ടി മുഴുവൻ ഒരു പ്രതിരോധത്തിലായി പോകും എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും വീണ്ടും കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ അവര് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് മാത്രമേ പെരുമാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാറ്റ് പുറത്തേക്ക് വിട്ടത് കൊണ്ട് ഇനിയിപ്പോ സണ്ണി ജോസഫോ ഈ പറയുന്ന VD സതീശനോ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തൊന്നും പറയത്തില്ല. കാരണം അയാൾക്കെതിരെ ഈ നിരന്തരമായി ഹാബിറ്ററി ഒഫൻസ് ആണ് പുള്ളിക്കാരനെതിരെ ഈ റിമാൻഡ് ബെയിലിനകത്ത് കാണിച്ചിരിക്കുന്നത്. കാരണം നിരന്തരമായിട്ട് ഇയാൾക്കെതിരെ പരാതി വരുന്നുണ്ട്. അങ്ങനെ ഒരാളെ ഈ പറയുന്ന രീതിയിൽ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് പോയി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത്തരം കേസുകളിനകത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കുറെ കണ്ടതാണ്. തീർച്ചയായിട്ടും ഇപ്പോ ഈ പറയുന്നത് പോലെ CPM നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഫെനി നൈനാൻ എന്താണോ ആ ഒരു ചാറ്റ് ഇട്ടപ്പോൾ ഉദ്ദേശിച്ചത്, ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈ വരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാറ്റ് ഇട്ടതെന്ന്. പക്ഷെ അതിനേക്കാൾ ഉപരി ഫെനി നൈനാന്റെ പ്ലാനിനേക്കാൾ കൂടുതൽ ഇവിടെ കൃത്യമായി നടന്നിരിക്കുന്നത് CPM-ന്റെ പ്ലാനാണ്. ഒരുപക്ഷെ ഈ പറയുന്ന പെൺകുട്ടി മുന്നോട്ട് വരുമ്പോൾ കൃത്യമായി CPM-ന് അറിയാം, CPM-ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കോൺഗ്രസിനെതിരെ. കാരണം അതിനകത്ത് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ ഇത്തരത്തിൽ അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം. രാഹുലിനെ രക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ രാഹുൽ നല്ലൊരു മനുഷ്യനാണെന്നോ ഒന്നും നമ്മൾ ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഹർഷിയാണോ കോടതി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഹർഷി പറഞ്ഞില്ലേ CPM ഒന്നും ചെയ്യേണ്ടത്, CPM ആദ്യം സ്വന്തം പാർട്ടിക്കകത്ത് ആൾക്കാരെ അഗ്നിശുദ്ധി വരുത്തു, അത് കഴിഞ്ഞിട്ട് രാഹുലിന്റെ അഗ്നിശുദ്ധിക്കായിട്ട് നിങ്ങൾ ഈ ചൂട്ടും കൊതുമ്പും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് കേസുകൾ പല സ്ഥലങ്ങളിൽ നിന്നും CPM-ന്റെ അകത്തുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സെറ്റിൽമെന്റ് നടത്തുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറിയുന്ന സമയത്ത് എനിക്ക് ഈ കപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പിത്താനെ കാണുമ്പോൾ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പറയുന്ന ഹാബിറ്ററി ഒഫൻസുള്ള അല്ലെങ്കിൽ നിരന്തരമായി ഇങ്ങനെ പ്രവണതയുള്ള ആള് വെളിച്ചത്തിലേക്ക് വരുന്നതും അയാൾക്ക് ശിക്ഷ കിട്ടുന്നതും നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. അത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോ ഏത് രാഷ്ട്രീയ ലാഭത്തിനാണെങ്കിലും അത് ഒരു വഴിക്ക് നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. അതിനിപ്പോ രാഷ്ട്രീയ ലാഭം കൊണ്ടാണ് നിങ്ങളത് ഇത്ര ഇഷ്ടത്തോടെ ചെയ്യുന്നെങ്കിൽ പോലും നല്ല കാര്യം. പക്ഷേ ആ ഇഷ്ടത്തോടെ എന്ന് വെച്ചാൽ ഭരിക്കുന്ന പാർട്ടിക്കകത്തിരിക്കുന്ന ആൾക്കാരെയും കൂടെ അഗ്നിശുദ്ധി വരുത്തണം. അല്ലാതെ ഈ പറയുന്ന തീവ്രത അളക്കുന്ന യന്ത്രം കൊണ്ടുപോയിട്ട് ഇതിനത്ര തീവ്രതയില്ല, അതുകൊണ്ട് ഇതത്ര വൈൽഡ് റേപ്പ് ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിലേക്ക് കണ്ണടച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ. അല്ല, വൈൽഡ് റേപ്പ് നടന്നു എന്ന് പറയുമ്പോൾ പോലും അതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. രാഹുലിന്റെ രീതിയാണ് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇത് രാഹുലിന്റെ ശീലം അങ്ങനെയാണ് ആളുകൾ ഒരിക്കലും CPM-ന് ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷനിൽ നന്നായി വരില്ല. കാരണം സ്വന്തം പാർട്ടിക്കകത്ത് ഒരുപാട് രാഹുൽ മാങ്കൂട്ടം ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഈ പറയുന്ന അറസ്റ്റ് ഒരു ഉപയോഗപ്പെടാതെ പോകുന്നത്. എത്ര PR നിങ്ങൾ ഇനി വരുന്ന ഇലക്ഷനിൽ നടത്തിയിട്ടുണ്ടെങ്കിലും സ്വന്തം പാർട്ടിക്കകത്ത് ആ ഒരു ശുദ്ധി വരുത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ പറയുന്ന അറസ്റ്റ് ശുദ്ധി അല്ലെങ്കിൽ ഒരു ഉപയോഗപ്പെടില്ല. ഈ അറസ്റ്റ് ഉപയോഗപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും.